നാണം കെടുത്തുന്ന പലഹാരം എന്ന് ഒരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്. പല്ലൊക്കെ ആകെയായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പബ്സ് ആൻഡ് പഴഞ്ചൂസ്. ഈ രണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം കഴിച്ചിട്ടുള്ള ഐറ്റമാണത്. ഈ രണ്ട് പലഹാരം ഈ പഴഞ്ചൂസും. ഈ പബ്സ് എന്ന് പറയുന്ന ഐറ്റം എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹെവിയാണ്. ഞാൻ കുറച്ച് നാൾ പ്രൊഡക്ഷനിലൊക്കെ സമയത്ത് നമ്മൾ അതിന് മസാല അല്ലെങ്കിൽ എഗ്ഗ് അടിക്കണം. പിന്നെ ഇതിന് ഈ ലെയറിൽ പബ്സിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു സെറ്റപ്പ് കുറച്ച് ഹെവിയാണ്, കുറച്ച് അധ്വാനമുള്ള പണിയാണ്. അതുകൊണ്ട് ആ പണി നിർത്തി പോകുന്നു. പിന്നെ കോളേജ് സമയത്ത് ഇല്ലെങ്കിൽ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ രണ്ട് ഐറ്റം. എൻ്റെ ഏട്ടൻ പഠിക്കുന്ന സമയത്തൊക്കെ 4 രൂപ പബ്സിനും 4 രൂപ പഴഞ്ചൂസിനും ആയിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ 12 രൂപ, പിന്നെ ഇപ്പോഴാണെങ്കിൽ 15 രൂപ ആയിട്ടുണ്ട്. പഴഞ്ചൂസ് ആണെങ്കിൽ 20 രൂപ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് അല്ലേ. നമ്മൾ മെയിനായിട്ട് ഈ കെച്ചപ്പ് എടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ലെയറിലുണ്ട് ലെയർ വയ്ക്കുക. ലെറ്റ്സ് ഈറ്റ്. നല്ല ക്രിസ്പിയാണ്. നാണം കെടുത്തുന്ന പലഹാരം എന്ന് ഒരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്. പല്ലൊക്കെ ആകെയായി. ഇതിനുള്ളിൽ മസാലയാണ് ഒരു രക്ഷയില്ലാതെ. പപ്സ് പോയി 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 ചെറുതായി. പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് നല്ല വലുപ്പമുണ്ടായിരുന്നു. ഇവിടെ മസാല ഇപ്പൊ സബോളക്കൊക്കെ ഭയങ്കര വിലയാണ്.
പഴഞ്ച അടിക്കുമ്പോൾ കുറച്ച് ഏലക്കായ ഒരെണ്ണമാക്കി മതി. ബൂസ്റ്റിന്റെ ഫ്ലേവർ മതിയും കൂടി നിൽക്കാനായിട്ട് വരണം. അപ്പൊ നമ്മൾ പഴത്തിന്റെ ടേസ്റ്റ് കിട്ടില്ല. ഇതിൽ നൈസായിട്ട് ബൂസ്റ്റ് ഇത്തിരി കൂടി കുഴപ്പമില്ല. ഹെവി അധികം ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല. Thanks for watching. Peace out.